കനത്ത ട്രേഡ് ടെൻഷൻ്റെയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും പിൻബലത്തിൽ സ്വർണ്ണവില അതിശക്തമായ രീതിയിലാണ് കുതിച്ചു ഉയർന്നിട്ടുള്ളത്. മോസ്കോയിലേക്ക് ഇന്ന് ഒരുപാട് മാസത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ രീതിയിലുള്ള ഡ്രോൺ അറ്റാക്കാണ്. ഒരേ സമയം തന്നെ സീസ് ഫെയർ ഇവിടെ സൗദി അറേബ്യയിൽ അതിനുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മോസ്കോയിലേക്ക് അറ്റാക്ക് പോയിട്ടുള്ളത്. സെലൻസ്കിയും US സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ ഉണ്ട് ഇവിടെ സൗദിയിൽ. പക്ഷേ കനത്ത ആക്രമണം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായ ട്രേഡ് ടെൻഷൻ. ചൈന 100% കനേഡിയൻ ഓയിലിന് താരിഫ് ചുമത്തി. അതേപോലെ തന്നെ ചൈന ഈ വേറെയും ഈ ഫുഡ് പ്രൊഡക്റ്റുകൾക്കൊക്കെ 25% കാനഡയിൽ നിന്ന് വരുന്ന അതിനൊക്കെ ചുമത്തിയിട്ടുണ്ട്. പിന്നെ അമേരിക്കേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്ക കോപ്പറും നാളെയാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. കോപ്പറും പിന്നെ അലുമിനിയം, അലുമിനിയം സ്റ്റീൽ എന്തായാലും കോപ്പറുണ്ട് എന്തായാലും ഓർത്ത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ അമേരിക്ക ഇത് വെക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ട്രേഡ് ടെൻഷൻ കൂടി ഗോൾഡ് പ്രൈസ് മൊബൈലാണ് റിങ് ആയിരുന്നു. ഞാൻ കോപ്പിറൈറ്റ് വരുമോ. അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്തായിട്ടുണ്ട്? ഭയങ്കര ഉയർച്ച. എന്താണോ ഇടിയുന്നത് എന്താണോ ഇടിയാത്തതെന്ന് പറയേണ്ടി വരും. ഇടിഞ്ഞ സംഖ്യ വളരെ കുറവാണ്. ഇടിയുമ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ പോലെ കൂടുന്നതിനനുസരിച്ച് കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് 240 ലൊട്ട കുറഞ്ഞപ്പോൾ നാളെ 400 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64,160.